മേധയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ പറ്റിയാണ്. ഇതെങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് ഇതിന്റെ ഒറിജിൻ നോക്കാം. 1914 ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. 1914 ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം വന്ന ആദ്യത്തെ ബാങ്കാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇത് വന്നത് 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വർഷം വരുന്നത് 1915. The first cooperative society to be formed as per Travancore Cooperative Societies Act 1914. 1914 ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ആദ്യത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായ ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തത്. ജനുവരി 18, 1916 ഇത് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത്. ജനുവരി 18, 1916 ഏത് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1916. ഇവരുടെ ഷെയർ ക്യാപിറ്റൽ വരുന്നത് 1 lakh ആണ്. 1000 shares of ₹100 each. 1943 നെയിം ചേഞ്ച്ഡ് ഇൻ ടു ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ആദ്യം ഇതിന്റെ പേര് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്നായിരുന്നു. 1943 ട്രാവൻകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരായി. 1951 ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു. ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം 1954 ഇതിന്റെ പേര് വീണ്ടും മാറ്റി ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആയി. 1954 നെയിം വീണ്ടും ചേഞ്ച് ചെയ്തത് ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പത്തെ നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തത് 1 നവംബർ 1956. 1956 നവംബർ 1 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്തത്. ദ അപ്പെസ്റ്റ് ബാങ്ക് ഇൻ ദ കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. കേരളത്തിലെ കോഓപ്പറേറ്റീവ് സെക്ടറിന്റെ അപ്പെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഫോം ചെയ്തത് നവംബർ 1, 1956. മാർച്ച് 1, 1966 കോഓപ്പറേറ്റീവ് ബാങ്ക് came under the control of RBI. RBIന്റെ കൺട്രോളിലായത് 1966 മാർച്ച് 1 സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ കൺട്രോളിലായത് 1966 മാർച്ച് 1. In July 1966 the Kerala State Cooperative Bank Limited was included in second schedule of the Reserve Bank of India Act 1934. RBI Act 1934 പ്രകാരം സെക്കൻഡ് ഷെഡ്യൂളിൽ വന്നത് ജൂലൈ 1966 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്കൻഡ് ഷെഡ്യൂളിലായത് ജൂലൈ 1966. നെക്സ്റ്റ് പോയിന്റ് മാസ്ക്. മാസ്കിന്റെ ഫുൾ ഫോം ആണ് മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം കേരള. ഇവിടെ കേരള എന്നും കൂടിയുണ്ട്. മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം കേരള. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് 1969. 1969 മാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. നെക്സ്റ്റ് പോയിന്റ് RBI gives license to Kerala State Cooperative Bank for doing banking business in 1972. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് ബാങ്കിംഗ് ബിസിനസ് നടത്താൻ വേണ്ടി RBI ലൈസൻസ് കൊടുത്തത് 1972. RBI ലൈസൻസ് കൊടുത്തത് 1972. സെക്കൻഡ് ഷെഡ്യൂളായത് ജൂലൈ 1966. നെക്സ്റ്റ് പോയിന്റ് November 29, 2019 Kerala Cooperative Bank and 13 district cooperative banks are functioning as a single entity with the brand name Kerala Bank. Kerala Bank എന്ന ബ്രാൻഡ് നെയിമിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് നവംബർ 29, 2019 മുതലാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും 13 DCB കൂടിയായിട്ടാണ് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് മാറിയത്. ഇതിന്റെ ബ്രാൻഡ് നെയിം വരുന്നത് കേരള ബാങ്ക്. ഇപ്പൊ നമ്മുടെ കേരള ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അത് 2019 നവംബർ 29. മലപ്പുറം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ലിമിറ്റഡ് ഹാഡ് ഓപ്പോസിറ്റ് മെർജർ വിത്ത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ആദ്യം മലപ്പുറം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് മെർജ് ചെയ്തിട്ടുണ്ടായില്ല കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട്. ആകെ 13 DCBs ആണ് ആദ്യം മെർജ് ചെയ്തത്. December 6, 2019 ഒഫീഷ്യലി ഇനോഗ്രേറ്റഡ് ബൈ പിണറായി വിജയൻ. കേരള ബാങ്ക് ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തത് പിണറായി വിജയനാണ് 2019 ഡിസംബർ 6. January 12, 2023 മലപ്പുറം DCB മെർജ്ഡ് ടു കേരള ബാങ്ക്. ആദ്യം മലപ്പുറം DCB മെർജ് ചെയ്തിട്ടുണ്ടായില്ല. 2023
ജനുവരി 12-നാണ് മലപ്പുറം DCB കേരള ബാങ്കുമായിട്ട് മെർജ് ചെയ്തത്. അപ്പസ് ബാങ്ക് ഫോർ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള. നമ്മുടെ കേരള ബാങ്ക് അറിയപ്പെടുന്നത് അപ്പസ് ബാങ്ക് ആയിട്ടാണ്. ഷോർട്ട് ടേമും മീഡിയം ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന. നമ്മുടെ KCS ആക്ട് ആൻഡ് റൂൾസിൽ സെക്ഷൻ 2KA കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2KA കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. The Kerala Bank was established by amalgamating 13th DCBs in Kerala. 13 DCBs അമാൽഗമേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേരള ബാങ്ക് ഫോം ചെയ്തത്. നവംബർ 29, 2019. 14 dots represents 14 DCB in കേരള ബാങ്ക് ലോഗോ. കേരള ബാങ്ക് ലോഗോയിൽ വരുന്ന 14 ഡോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് 14 DCBനെയാണ്. ഇതിന്റെ ബ്രാൻഡ് നെയിമാണ് കേരള ബാങ്ക്. 2019 നവംബർ 29 മുതൽ അറിയപ്പെടുന്നത് കേരള ബാങ്ക് എന്നാണ്. ബ്രാൻഡ് നെയിമാണ് കേരള ബാങ്ക്. ഫസ്റ്റ് ഷെഡ്യൂൾഡ് അപ്പസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. നമ്മുടെ കേരള ബാങ്ക് അറിയപ്പെടുന്നത് അപ്പസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യയാണ്. ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ എന്നാണ് നമ്മുടെ കേരള ബാങ്ക് അറിയപ്പെടുന്നത്. ഇൻ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് നൗ A class membership is given to PACS, urban cooperative banks and state government. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ A class മെമ്പർഷിപ്പ് കൊടുക്കുന്നത് പാക്സിനും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിനും സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. നെക്സ്റ്റ് പോയിന്റ്, കേരള ബാങ്ക് ഈസ് പെർമിറ്റഡ് ടു ഗിവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ സൊസൈറ്റീസ്. കേരള ബാങ്ക് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നോമിനലും അസോസിയേറ്റ് മെമ്പർ സൊസൈറ്റീസിനുമാണ്. അപ്പോൾ ആർക്കാണ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്? നോമിനലിനും അസോസിയേറ്റ് മെമ്പർ സൊസൈറ്റിക്കുമാണ്. കേരള ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? കോബാക് ടവേഴ്സ്. തിരുവനന്തപുരത്ത് കോബാക് ടവേഴ്സിലാണ് കേരള ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇവരുടെ കോർപ്പറേറ്റ് ബിസിനസ് ഓഫീസ് എറണാകുളത്താണ്. കേരള ബാങ്കിന്റെ കോർപ്പറേറ്റ് ബിസിനസ് ഓഫീസ് എറണാകുളത്താണ്. ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI ആൻഡ് നബാർഡ്. കേരള ബാങ്ക് RBIയുടെയും നബാർഡിന്റെയും കൺട്രോളാണ് വരുന്നത്. ഫസ്റ്റ് DCB ദാറ്റ് മെർജ്ഡ് വിത്ത് കേരള ബാങ്ക്, കോഴിക്കോട് DCB. കേരള ബാങ്കുമായിട്ട് മെർജ് ചെയ്ത ആദ്യത്തെ DCB ആണ് കോഴിക്കോട് DCB. The committee related to the formation of കേരള ബാങ്ക് ശ്രീരാം കമ്മിറ്റി. ശ്രീരാം കമ്മിറ്റിയാണ് കേരള ബാങ്ക് ഫോം ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ നൽകിയത്. The committee related to the formation of കേരള ബാങ്ക് ശ്രീരാം കമ്മിറ്റി. കേരള ബാങ്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് മഴവില്ല്. മന്ത്ലി ന്യൂസ് ബുള്ളറ്റിൻ ആണിത്. നെക്സ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഗോപി കോട്ടമുരിക്കൽ. ഫസ്റ്റ് CEO ഓഫ് കേരള ബാങ്ക്. ആദ്യത്തെ CEO PS രാജൻ. കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO PS രാജൻ. ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് കേരള ബാങ്ക്. അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് MK കണ്ണനാണ്. MK കണ്ണൻ വൈസ് പ്രസിഡന്റ്. നെക്സ്റ്റ് പോയിന്റ്, ദ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റർ മിനി ആന്റണി IAS ആണ്. മിനി ആന്റണി IAS. സമൃദ്ധി കാർഡ്, കോംബാക് കാർഡ് ആർ ദ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളാണ് സമൃദ്ധി കാർഡും കോബാങ്ക് കാർഡും. ദ ഫസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ഗവൺമെന്റ് ഓഫ് കേരള. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആദ്യത്തെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നതാണ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കും ഗവൺമെന്റ് ഓഫ് കേരളയും. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് ദ കണക്ടിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഇന്ത്യൻ മണി മാർക്കറ്റ് ആൻഡ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള. ഇന്ത്യൻ മണി മാർക്കറ്റിന്റെയും കോഓപ്പറേറ്റീവ് മൂവ്മെന്റിനും ഒരു കണക്റ്റീവ് ലിങ്ക് ആയിട്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഫിക്സ്ഡ് ബൈ നബാർഡ്. നബാർഡ് ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സ് ചെയ്യണത് നബാർഡ് ആണ്. എഡ്യൂക്കേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെ എഡ്യൂക്കേഷൻ ഫണ്ടും മെമ്പർ റിലീഫ് ഫണ്ടും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലോട്ടാണ്. The education fund is to be remitted to Kerala State Cooperative Bank within 2 months of the date of receipt of audit certificate.
ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 2 മാസത്തിനുള്ളിൽ എഡ്യൂക്കേഷൻ ഫണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് നമ്മ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ്, ആസ്തി കാംകോ ഫിനാൻസ്ഡ് ബൈ കേരള ബാങ്ക്. ആസ്തിയും കാംകോയും ഫിനാൻസ് ചെയ്യുന്നത് കേരള ബാങ്ക് ആണ്. കേരള ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ആയിട്ട് വരുന്നത് ഹോൾ സ്റ്റേറ്റ് ഓഫ് കേരള. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം, കോ ബാങ്ക് ടവേഴ്സിൽ ആണ് തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സ്. ഇറ്റ് ഹാസ് 7 റീജിയണൽ ഓഫീസേഴ്സ് അറ്റ് ട്രിവാൻഡ്രം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. 7 റീജിയണൽ ഓഫീസേഴ്സ് ആണ് ഇവർക്കുള്ളത്. തിരുവനന്തപുരത്ത്, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, ഇവിടേക്കാണ് റീജിയണൽ ഓഫീസേഴ്സ് വരുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷാൽ കൺസിസ്റ്റ് ഓഫ് 21 മെമ്പേഴ്സ്. കേരള ബാങ്കിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 21 മെമ്പേഴ്സ് ആണ്. 21 പേരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്നത്. മാസ്കിന്റെ ഫുൾ ഫോം ആണ് മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം ഓഫ് കേരള. മാസ്ക് മ്യൂച്വൽ അറേഞ്ച്മെന്റ് സ്കീം ഓഫ് കേരള ഇംപ്ലിമെന്റ് ചെയ്താക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. നെക്സ്റ്റ് പോയിന്റ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആക്ട് ആസ് എ ക്ലിയറിംഗ് ഹൗസ് ഫോർ ഓൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ കേരള. എല്ലാ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഒരു ക്ലിയറിംഗ് ഹൗസ് ആയിട്ടാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ആസ്തിയുടെ ഫുൾ ഫോം ആണ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ഫിനാൻസ് ചെയ്യുന്നത് കേരള ബാങ്ക് ആണ്. അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആസ്തി ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1992. 1992 ആസ്തി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1992. ആസ്തി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മൺവില, തിരുവനന്തപുരം. ഇത് മൺവില, തിരുവനന്തപുരത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റ് പ്രസന്റ് ആസ്തി ഈസ് എ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഗവൺമെന്റ് ഓഫ് കേരള. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലാണ് ആസ്തി പ്രവർത്തിക്കുന്നത്. ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ലോൺസ് നോക്കാം. KB സുവിധ ഹൗസിംഗ് ലോൺ, കേരള ബാങ്ക് സുവിധ ഹൗസിംഗ് ലോൺ, KB സുവേഗ വെഹിക്കിൾ ലോൺ, KB കിസാൻ മിത്ര, KB സരൾ സ്വാനിധി, KB വിദ്യാനിധി, KB പ്രവാസി ലോൺ. കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ലോൺസ് ആണ് KB സുവിധ ഹൗസിംഗ് ലോൺ, KB സുവേഗ വെഹിക്കിൾ ലോൺ, KB കിസാൻ മിത്ര, KB സരൾ സ്വാനിധി, KB വിദ്യാനിധി, KB പ്രവാസി ലോൺ. നെക്സ്റ്റ് കേരള ബാങ്കുമായി ബന്ധപ്പെട്ട MSME ലോൺസ് നോക്കാം. KB സുവിധ, KB സുവിധ പ്ലസ്, KB മിത്ര, KB യുവമിത്ര, KB GST മിത്ര. KB സുവിധ, KB സുവിധ പ്ലസ്, KB മിത്ര, KB യുവമിത്ര, KB GST മിത്ര. സെക്ഷൻ 40A, സെക്ഷൻ 74H, റൂൾ 28A, ചാപ്റ്റർ 10C. KCS ആക്ട് ആൻഡ് റൂൾസിലെ KCS ആക്ട് ആൻഡ് റൂൾസിൽ 1969 പ്രകാരം സെക്ഷൻ 14A സെക്ഷൻ 74H റൂൾ 28A കേരള ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത്രയുമാണ് കേരള ബാങ്കിനെ പറ്റി നോക്കിയത്. താങ്ക് യു.